Hello all, Dr. Ashiq. So, നമുക്ക് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ളൊരു ഫീൽഡാണ് MBBS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ്. ആക്ച്വലി കുറച്ചൊരു ഓവർ റേറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പലർക്കും തോന്നുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രൂപത്തിലല്ല, കുറച്ചൊരു ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. സോ ഇന്നത്തെ ഈ വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ നീറ്റ് റിസൾട്ടൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ MBBS എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് MBBS എന്താണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള തെറ്റിദ്ധാരണകൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. സോ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് പ്രയോജനമാവുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. സോ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പോകാം. ഒന്നാമത്തെ കാര്യം, ഏത് കോളേജിൽ MBBS പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ലെവലിലുള്ള ബെസ്റ്റ് കോളേജസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഡൽഹി, എയിംസ് പോലുള്ള സ്ഥലങ്ങൾ, പിന്നെ അതത് സംസ്ഥാനങ്ങളിലെ ബെസ്റ്റ് കോളേജുകൾ. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ മദ്രാസ് മെഡിക്കൽ കോളേജ്, സ്റ്റാൻലി മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തുണ്ട്. ഡൽഹിയിൽ പോവുകയാണെങ്കിൽ അവിടെ മൗലാന ആസാദ് കോളേജ്, ലേഡി ഹാർഡിഞ്ച് കോളേജ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അങ്ങനെ സ്ഥലങ്ങൾ, ജിപ്മർ പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെ സ്ഥലങ്ങളൊക്കെ അതൊക്കെ നാഷണൽ വൈഡ് റിനൗണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതത് സ്റ്റേറ്റുകളിൽ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള കോളേജസ് ആണ്. സോ ഇവിടങ്ങളിലെല്ലാം പോയി MBBS പഠിച്ചാൽ മാത്രമാണ് MBBS ആവുള്ളൂ, അല്ലെങ്കിൽ അവിടെയെല്ലാം കിട്ടുന്ന MBBSന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ചെറിയൊരു സ്പെഷ്യാലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിനകത്ത് ചരിത്രവും കാര്യങ്ങളും സാധനങ്ങളൊക്കെയാണ്. പക്ഷേ അതിലോടുപരി തന്നെ മറ്റു കോളേജസുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത. ഇപ്പോൾ മേ ബി ഇപ്പോൾ ഡൽഹി എയിംസ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡൽഹി എയിംസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഒരിക്കലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഡൽഹി എയിംസിൽ പഠിക്കുന്ന ആളുടെ അത്രയും എത്താൻ പറ്റില്ല എന്നൊരു തോട്ട്. അതുപോലെ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജും മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഈവൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ എടുക്കുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും ഗവൺമെൻറ് കോളേജ് പഠിക്കുന്ന ആൾ എപ്പോഴും ബെറ്റർ, മറ്റാൾ എപ്പോഴും ഭയങ്കര മോശം എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള ചിന്ത. അതായത് ഓരോ കോളേജസിനെ കമ്പയർ ചെയ്തിട്ട് അവിടെ കിട്ടുന്ന ഡിഗ്രിയെ കമ്പയർ ചെയ്യുന്ന സാധനം, അത് തീർച്ചയായിട്ടും തെറ്റാണ്, തെറ്റിദ്ധാരണയാണ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ആ കോളേജിനൊരു പ്രസ്റ്റീജിനെസ് ഉണ്ട്, അത് ഇല്ല എന്നല്ല പറയുന്നത്. ആ ഫാക്ടർ അവിടെ ഇരിക്കുന്നിടത്തോളം തന്നെ നമ്മൾ, അതായത് MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എത്രത്തോളം സ്റ്റുഡിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നു, അവർ എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടി, എത്രത്തോളം കമ്മിറ്റ്മെൻറ്റോടു കൂടി ഈ സാധനത്തെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡൽഹി എയിംസിൽ 100 ആൾ പഠിക്കുന്നുണ്ട്, അതുപോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 100 ആൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു 100 ആൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും ഡൽഹി എയിംസിൽ പഠിക്കുന്ന 100 ആളും ഒരുപോലെ പഠിക്കുന്ന ആളുകളല്ല. അതിലൊരു 10-15 ആളുകൾ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അതുപോലെ ഒരു 10-15 ആളുകൾ നല്ല രീതിയിൽ ഉഴപ്പി പോകുന്നുണ്ടാവും. ഒരു 10-50 പേര് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ്, അബോ ആവറേജ് രീതിയിൽ പഠിച്ചു പോകുന്നുണ്ടാവും. സോ അതേ പാറ്റേൺ തന്നെയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് വന്നാലും, അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് വന്നു കഴിഞ്ഞാലും ഉണ്ടാവുക. സോ ഓരോ കോളേജിൽ നിന്നും ആ അടിപൊളി ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്ന 15 ആളുകളുണ്ടല്ലോ, അവരാണ് ക്രീമിലേക്ക് ഉയർന്നു വരിക. ഡൽഹി എയിംസിൽ പഠിക്കുന്ന അതേ സ്റ്റാൻഡേർഡിലേക്ക്, ഒരു പക്ഷേ അതിനേക്കാൾ സ്റ്റാൻഡേർഡിലേക്ക് ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ച ഒരാൾക്ക് കയറി എത്താൻ സാധിക്കും. അത് PG എക്സാമിലാണെങ്കിലും അതിനുശേഷമുള്ള പ്രാക്ടീസിലാണെങ്കിലും ഒക്കെ അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. കാരണം MBBS എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതലും പുസ്തകം വായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് പേഷ്യൻസിനെ കാണാനുണ്ട്, നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും പേഷ്യൻസിനെ കാണുകയും പരിചയപ്പെടുകയും അവരുടെ കൂട്ടത്തിലേക്ക് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു PG കോഴ്സിൽ ചെയ്യുന്ന അത്രയും നമുക്ക് ചെയ്യേണ്ടി വരില്ല. പിന്നെ MBBSൽ ഒരു കാര്യം പോലും, തീർച്ചയായിട്ടും ഒരു വർഷം കൂടി ഒരു കാര്യം പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ല. മറ്റാളുകൾ ചെയ്യുന്നത് കണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റാളുകൾ ചെയ്യുന്നതിനെ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു MBBS ജോലി. അസിസ്റ്റന്റ് സർജൻ എന്നതാണ് MBBS ഒരു പോസ്റ്റായിട്ട് നമുക്ക് ജോലിയിൽ കയറുമ്പോൾ കിട്ടുകയും ചെയ്യുന്നത്. സോ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ MBBS കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഒരുപാട് വലിയ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ കുറച്ചൊരു എക്സ്പീരിയൻസ് കൂടുതലുണ്ടാവും, ബട്ട് സ്റ്റിൽ അതൊക്കെ നെഗ്ലിജിബിൾ ഫാക്ടറാണ്. വലിയ കോളേജിൽ നിന്ന് നല്ലോണം പഠിക്കുന്ന ആളുകളും ചെറിയ കോളേജിൽ നിന്ന് നല്ലോണം പഠിക്കുന്ന ആളുകളും സമക്കാരാണ് എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ഒരു മിത്തായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ. അതൊരിക്കലും സത്യമല്ല, അതൊരിക്കലും ശരിയല്ല. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ്, ഇപ്പോൾ എനിക്കറിയുന്ന എൻ്റെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ ഡൽഹി എയിംസ് കിട്ടിയില്ല സാർ എന്ന് പറയുന്ന സങ്കടത്തിലാണ്. ഡെഫിനറ്റ്ലി അതൊരു സങ്കടപ്പെടാനുള്ള കാര്യമുണ്ട്. പക്ഷേ അത് ലോങ് ടൈമിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഡൽഹി എയിംസിൽ പഠിക്കുന്ന ആളുകളെക്കാൾ ബെറ്റർ ആയിട്ട് പഠിക്കാൻ നമുക്ക് അവസരമുണ്ട്. അതുപോലെ ഗവൺമെൻറ് കോളേജ് കിട്ടിയില്ല സാർ, എനിക്ക് സെൽഫിലായി പോയി, അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ കോഴിക്കോട് കിട്ടിയില്ല, പകരം എനിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജാണ്, അല്ലെങ്കിൽ എറണാകുളമാണ് കിട്ടിയത്, സങ്കടപ്പെടാൻ വരട്ടെ, സങ്കടപ്പെടേണ്ട. തമിഴ്നാട്ടിലൊരു കോളേജിലാണ് പഠിച്ചത്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാനുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ആളുകളുടെയും ലക്ഷ്യം MBBS ആയിരുന്നു, അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ട് PG നേടുക എന്നായിരുന്നു. അപ്പോൾ അത് ചില ആളുകൾക്ക് ചില പോലെയാണ്. ഇപ്പോൾ ഭൂരിഭാഗം കുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എങ്ങനെയെങ്കിലും +2 കഴിഞ്ഞിട്ട് MBBS എടുക്കുക എന്നുള്ളത് മാത്രമാണ് സ്വപ്നം കണ്ടിട്ടുള്ളത്. ഒരിക്കലും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ ചില ആളുകൾ ഡയറക്റ്റ്ലി PG വേണം അതിങ്ങനെ പുറത്തുനിന്ന് വെറുതെ കേട്ടിട്ടുള്ള ഒരു ശീലം കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ്ലി കാർഡിയോളജിസ്റ്റ് ആവണമെന്ന്, ന്യൂറോളജിസ്റ്റ് ആവണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ PG വേണമെന്ന് വിചാരിക്കുന്ന ആളുകളും. ഈ 2 തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് ഒരു ഭാവിയെ പറ്റി യാതൊരു ചിന്തയില്ലാത്ത ആളുകളും, അല്ലെങ്കിൽ ഭാവിയെ പറ്റിയിട്ട് ഞാൻ ന്യൂറോ സർജനാവും, ഞാൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ സർജനാവും എന്ന് ഇപ്പോഴേ തീരുമാനിക്കുന്ന ആളുകളും. ഈ 2 ആൾക്കാരും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് പറയാനുള്ളത്. ഭൂരിഭാഗം ആളുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം +2 വരെ പഠിക്കുകയും അതിനപ്പുറത്തേക്ക് എന്തെന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്വപ്നം കാണേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് കോളേജിൽ നിന്ന് MBBS പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസുകളുണ്ട്, ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷ്യബോധം എപ്പോൾ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുട്ടികളാണ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു കളിച്ച് ചിരിച്ച് അല്ലെങ്കിൽ ആ കോളേജ് എന്താണെന്ന് പരിചയപ്പെടുന്നത്. സെക്കൻഡ് ഇയറിൻ്റെ ഒടുവിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും കൃത്യമായൊരു ലക്ഷ്യബോധം ഉണ്ടാവണം. കാരണം ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി, അങ്ങനത്തെ വിചാരിക്കുന്ന കുട്ടിയുണ്ടാവും. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇന്ന സ്പെഷ്യാലിറ്റിയിൽ PG എടുക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഇപ്പോൾ US-ലേക്കോ UK-ലേക്കോ അല്ലെങ്കിൽ ഇന്നൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ സെറ്റിൽ ആവണം എനിക്ക് താല്പര്യം. സോ എന്താണോ ആ സാധനം, അല്ലെങ്കിൽ എനിക്ക് റിസർച്ച് പർപ്പസിന് പോകാനാണ് താല്പര്യം, ആ ഒരു രൂപത്തിലുള്ള താല്പര്യം ഫോം ചെയ്യും. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ലോക്കൽ പ്രാക്ടീസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. 5.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഡയറക്റ്റ്ലി പ്രാക്ടീസിൽ വെൽ എക്സ്പേർട്ട് ആവാനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി മറിച്ച് PG എടുക്കണം ഡയറക്റ്റ്ലി എന്നുള്ള പ്ലാനുള്ള ആളാണെങ്കിൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് PGക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. അവിടെ എക്സ്പീരിയൻസ്, ഒരു മിനിമം എക്സ്പീരിയൻസും ബാക്കിയുള്ള PG പ്രിപ്പറേഷനിലുള്ള അറിവും ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി PG എടുത്തു കഴിഞ്ഞാൽ PGയുടെ സമയത്ത് നമുക്ക് സാധനങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇനി അതല്ല US-ലേക്കോ UK-ലേക്കൊക്കെ പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് കടക്കാനുള്ള എക്സാമുകളുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി MBBS കഴിയുമ്പോൾ തന്നെ ആ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. ഇത് സാധാരണഗതിയിൽ ഉണ്ടാവാത്ത കാര്യമാണ്. സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം, അവൻ MBBS കഴിഞ്ഞില്ല, അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ MBBS കയറി ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. അത് ഈവൻ PG എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നാണെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഈ ബോധം വരുന്നത് 5.5 വർഷം കഴിഞ്ഞ് നമ്മൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. കാരണം ആ ഒരു കാര്യം നമ്മളിപ്പോൾ 5.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓടേണ്ടി വരും. 5.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് PGനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അന്നേരം അതിരുന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. ഇനി 5.5 വർഷം കഴിഞ്ഞിട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അന്നേരം അതിനുള്ള പേപ്പേഴ്സ് റെഡിയാക്കാൻ പറയുന്നത് കുറച്ച് പാടായിരിക്കും. സോ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഇയറിലേക്കെങ്കിലും ഈ ഒരു കാര്യത്തിലേക്ക് ഒരു ധാരണ കുട്ടികൾ അതുപോലെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കുക. MBBS എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇനി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാനില്ല എന്ന് വിശ്വസിച്ചിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, MBBS കംപ്ലീറ്റ് പഠനം മാത്രമാണെന്നുള്ളത് തീർച്ചയായിട്ടും അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. MBBS ഞാൻ പറഞ്ഞു വരുന്നത് MBBS കളി ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പഠനത്തിനപ്പുറത്തേക്ക് നമ്മളൊരു മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് MBBS കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് കിട്ടുന്ന കുറഞ്ഞ കാര്യങ്ങളാണുള്ളത്. പാർട്ടല്ലാതെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട്. അത് പറഞ്ഞു വരുന്നത് ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്, പ്രൈവറ്റിലെ മാത്രം പറയുന്നില്ല, ഗവൺമെൻറ്റിൻ്റെയും പറയുന്നുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ ചില സമയങ്ങളിൽ യാതൊരു കൺട്രോളും വരാത്തതിൻ്റെ പേരിൽ കുട്ടികൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് പോവുക. അതായത് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ച് പോവുക. നമ്മളൊരു ഡോക്ടറാണെന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഇന്ന കഴിവുകൾ നമ്മൾ നേടിയെടുക്കണമെന്നോ ചിന്തിക്കാതെ പോകുന്ന ഒരു കാഴ്ച ഞാൻ പഠിച്ച കോളേജിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ വെറുതെ കുട്ടികളെ വരിഞ്ഞു മുറുക്കി ഒരു കൂട്ടിലിട്ട് നിർത്തുക. അവരെ പുറത്തേക്ക് ഇറങ്ങാനോ എക്സ്പോഷറുകൾ കിട്ടാനോ ബാക്കി ആൾക്കാർ സംസാരിക്കുന്നത് കാണാനോ കഴിയാതെ പോവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതും എന്താ പറയുക, MBBSൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സാധനമാണ്. കാരണം എസ്പെഷ്യലി ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കാൻ പഠിക്കാം. എങ്ങനെയാണ് ഒരു സ്ട്രേഞ്ചറോട്, ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് അപരിചിതരായിട്ടുള്ള ആളുകളാണ്, നമ്മൾ മുമ്പെങ്ങും കാണാത്ത
മുമ്പെങ്കിലും കേട്ടിട്ടില്ലാത്ത ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ നേരെ മുന്നിലേക്ക് വരും. മുന്നിലേക്ക് വരുന്ന ആൾ ചിലപ്പോൾ സങ്കടപ്പെട്ട് വരുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഒരു അസുഖം കൊണ്ട് വരുന്ന ആളായിരിക്കാം, ദേഷ്യപ്പെട്ട് വരുന്നതായിരിക്കാം, അല്ലാതെ ഇമോഷണലി ബ്രോക്കൺ ആയിട്ട് വരുന്ന ആളായിരിക്കാം. പല തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ വരുന്നത്. ഇവരെല്ലാവരും വരുന്നത് ആസ് എ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി വരുന്നു. അപ്പോൾ നമ്മളെന്താ പറയുക, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്ന പോലെ നമുക്ക് അയാളുടെ ഷൂവിൽ നിന്നിട്ട് അല്ലെങ്കിൽ അയാളുടെ പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയണം, ഇയാൾ ഇങ്ങനെ വന്നതാണ്, അപ്പോൾ ഇയാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതനുസരിച്ചിട്ട് അയാളോട് പെരുമാറാൻ നമ്മൾ സാധിക്കണം. ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. ഇത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ മനുഷ്യന്മാരായിട്ട് വിവിധ തരങ്ങളായിട്ടുള്ള മനുഷ്യന്മാരായിട്ട് ഇടപഴകിയും അവരോട് പെരുമാറാനുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്ന പല ആളുകളും ഇൻട്രോവേർട്ടുകളാണ്. അങ്ങോട്ട് കയറി സംസാരിക്കാൻ മടിയുള്ള, ഒരാൾ കേൾക്കുന്ന ഒരാളോട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ള ആളുകളാണ്. ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ചിന്താഗതിയാണ് എന്നുള്ള കാര്യം തീരുമാനിക്കാം. ഇതിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്ന പോലത്തെ ആളുകൾ, അവർ പുറത്തിറങ്ങാറുള്ള ജീവിതാനുഭവങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് അവരെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലിസണർ ആവാൻ പഠിക്കാം. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ആണെന്നുള്ള രൂപത്തിൽ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊക്കെ ഞാൻ നോക്കുമ്പോൾ, ഇപ്പോൾ ഞാനിന്ന് 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ MBBS നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. MBBS അങ്ങോട്ട് എത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് പഠനം മാത്രമുള്ള ഒരു സ്ഥലമല്ല. പഠനത്തിനപ്പുറത്തേക്ക് ജീവിതം കുറച്ച് കണ്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. എനിക്ക് തോന്നുന്നില്ല മറ്റെന്തെങ്കിലും കോഴ്സിൽ ഇത്രയധികം ജീവിതത്തിനെ നേരിട്ട് അടുത്തറിയേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. ജീവിതത്തിനെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് പറയാനുള്ളൊരു കാര്യം, ഒരു ലക്ഷ്യബോധം, അത് തുടക്കത്തിലെ ഒരു പകുതി വഴിയിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് MBBS പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഡിഫറൻസ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്, തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള ഒരു വ്യക്തിത്വത്തെ പറ്റി നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകൾ, എനിക്ക് തോന്നുന്നത് അധികം ആളുകളും ഇതൊരു നോബിൾ പ്രൊഫഷനാണ്, വളരെ സത്യസന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്, അങ്ങനത്തെ ഒരുപാട് വാല്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് എൻ്റെ ഒപ്പീനിയൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്, പക്ഷേ മോറോവർ ഇറ്റ് ഈസ് എ പ്രൊഫഷൻ, ഇതൊരു ജോലിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, അപ്പോൾ ഞാൻ ഒരിക്കലും ഇതൊരു ജോലിയായിട്ട് കാണാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, ഇതൊരു ജോലിയാണ്. എനിക്ക് ചോറ് തരുന്ന, എനിക്ക് ഭക്ഷണം തരുന്ന ഒരു ജോലി തന്നെയാണിത്. സോ ആ രൂപത്തിലേക്കും കൂടി നമ്മൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ താഴെ പറയാം. പറ്റുന്നതാണെങ്കിൽ കമൻ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്ത് തരാം. അല്ലാത്ത ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു തരാം. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ. ബൈ.